വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ്ത വ്ലോഗ്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. ഉച്ചയായി 12 മണി കഴിഞ്ഞില്ലേ? 12:30. അന്നേനെയും കൂട്ടി നമ്മള് പോവാണ്. ആരെ കൂട്ടിട്ട്? അന്നേനെയും കൂട്ടി. ഹായ് ഗൈസ്. നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. പറഞ്ഞു തരാം അതാണ് കാര്യങ്ങൾ. ആദ്യം തന്നെ പോണ്ടത് ബാങ്കിലേക്കാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അത് ചെയ്യാൻ ബാങ്കിലേക്ക് പോണ്ടേ? എവിടെ ബാങ്ക്? ഇവിടെ 2.6 കിലോമീറ്റർ കഴിഞ്ഞ ലെഫ്റ്റ്. അപ്പൊ നമ്മളത് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നാലെ ഓൺ ദ വേയിൽ നമുക്ക് പറഞ്ഞുതരാം അല്ലേ. വെയില് ഭയങ്കര കേട്ടോ. വെയില് മാത്രല്ല ചൂട്. എന്തൊരു മാതിരി ചൂട് പറഞ്ഞത്. ഈ മറ്റേ AC ഒന്നും തണുക്കണേ ഇല്ല, അത്ര ചൂടുണ്ട്. എന്റെ ദൈവമേ, ഭയങ്കര ചൂട്. ഇത്രയും ചൂടുണ്ടോ ദുബായില്? ചൂടുണ്ട്, പക്ഷെ ഇത്രയും ചൂടില്ല. ചൂടുണ്ട്, കുഴക്കല്ല, പുഴുക്കം ഇല്ല. നിങ്ങളെ കഴിയുമ്പോ വിളിച്ചാ മതി കേട്ടോ. അപ്പൊ ഞാൻ വരാം. ഓക്കെ, ബൈ ബൈ. ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്തിനാ? അന്നയുടെ ജീവിത പ്രശ്നം ശരിയാക്കാനാണല്ലേ? അല്ല എന്നെ ATM പിന്നറിയില്ല ഗൈസ്, അതാക്കാനാ. ഇംഗ്ലീഷ് അറിയില്ലേ? അതെനിക്കറിയില്ല മോളെ. കമ്പനി അടിക്കി. കമ്പനി സിമ്മിതിലല്ലേ ഇത് അവിടെ ശരിയാക്കാൻ പറ്റില്ല. എന്നാ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാറ്റാൻ പറ. അപ്പൊ എന്തായി? ബാങ്കിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? ശരിയായില്ല. ലോഞ്ച് യൂസ് ആക്കാൻ പറ്റില്ല എന്നുള്ള അവിടെ പോയിട്ട് യൂസ് ആക്കി കൂടെ ദുബായില്? പിന്നെന്താ കുഴപ്പം? സാരില്ലേ, ഒന്നായില്ല. അത് അവിടെ പോയിട്ട് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. NR അക്കൗണ്ട് ആയോണ്ടേ അവിടെ സിം ഇരിക്കണത്, കമ്പനി സിം. അപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഒരു നടന്നില്ല. ബാങ്കിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ TV കംപ്ലൈന്റ് ആയത് കണ്ടായിരുന്നില്ലേ? നമ്മളത് സർവീസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സോണിയുടെ ഓതറൈസർ ഷോറൂമിൽ ഡിസ്പ്ലേ ആണ് ഞാൻ നിൽക്കണം. അതാ പറഞ്ഞത്, അത് പൈസ കുറവായോണ്ട് ചെയ്തതാണത്. നോർമലി എല്ലാവരും പൈസ കൂടുതലാണ്. എവിടെ 10 രൂപ വ്യത്യാസല്ലേ? അതെ, അതിൽ വ്യത്യാസമല്ലേ സാ? വൻ വ്യത്യാസം. ചില സ്ഥലങ്ങളിൽ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യണ്ട, നീ വേറെ സ്ഥലങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്താൽ മതി. ഒരു സ്റ്റോപ്പ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നലെ ഞാൻ പപ്സ് വാങ്ങാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ മാർപ്പാപ്പ മരിച്ചു കണ്ടോ? അതാണ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണത്. നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ചെറിയൊരു തണവുണ്ടല്ലേ എൻ്റെ ഉള്ളില് അല്ലേ? അതിവിടെ ഇതെന്ത് ഇവിടെ പുറത്തോട്ട് വെച്ച് കിട്ടിയേക്കണേ? പുറത്തെന്ത് കിട്ടിയേക്കണേ? വെള്ളിയാഴ്ചയല്ലേ, അപ്പൊ കൊറേ ആൾക്കാർ വരുമല്ലോ. അതിന് വെള്ളിയാഴ്ച ഈസ്റ്ററൊക്കെ കഴിഞ്ഞില്ലേ? ആയിക്കോട്ടെ, അതിന് മുന്നേ കിട്ടിയതാണ്. ആണോ? ആൾട്ടർ നമ്മളുടെ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നല്ല സെറ്റ് കാണാൻ. നീ എന്തേ വേഗം വന്നേന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. കമ്പനിയിൽ ആർക്കറിയാണ്ടാണ് നീ വന്നിരുന്നേ? പിന്നെ സാറ് ഞെട്ടിന്ന് പറഞ്ഞത് വേറൊരു സാറുണ്ട്, ആള് ഞെട്ടി. ഇതെന്തേ പെട്ടെന്ന് നാട്ടിലേക്ക് തോന്നുന്നു. സാറ് ഇല്ല, സാറിന്റെ അടുത്ത് പറഞ്ഞില്ല. സാറ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിപ്പൊ സാറ് മെസ്സേജ് അയച്ചേ. എന്നിട്ട് പറഞ്ഞിട്ട് നാട്ടില പെട്ടെന്ന് സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. അത് പറഞ്ഞില്ലേ അവര്? അല്ല, നീ എന്തിനാ വന്നേന്ന് പറയും. ഇപ്പോഴും പറഞ്ഞില്ല, കാരണം കമന്റ്സ് ഉണ്ടായിരുന്നു. നീ എന്തേ വന്നു? ഞാനങ്ങനെ അവിടെ ഇരുന്നപ്പോ ബോറടിച്ച് പോന്നു. അല്ല, കാരണം കമന്റ്സ് ഉണ്ടായിരുന്നു അന്നയുടെ കല്യാണാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. കല്യാണം മുടങ്ങിയോ, ഡിവോഴ്സ് ആയോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല, അന്നയ്ക്ക് ബോറടിച്ചപ്പോ എന്നെ വന്നു എന്നാണ് പറയണത്. കുറച്ച് കഴിയുമ്പോൾ അന്നെ തിരിച്ചു പോകും വീണ്ടും. പിന്നെ ഒരു വരവ് വരും. വരണ സമയത്ത് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോയിട്ട് നോക്കിയതാണ് അല്ലേ? ഇതാണ് അന്ന
ഇയാൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകും ഫ്രൈമിൽ. കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. WPT ചെയ്യാം. വുമൻസ് എന്നാ WCC എന്താ? അതെനിക്കറിയില്ല. വുമൻസ് എന്തോ അസോസിയേഷൻ ആണ്. വുമൻസ് ചാരിറ്റി സെക്ഷൻ വലിയൊരു സി ആവുമ്പോ ഒന്ന് താ അറിയെങ്കിൽ പറയും. അപ്പൊ പിന്നെ വർത്താനം പറയണ്ട. പോവന്നാ. ഇനി എന്താ പരിപാടി? ഇനി എന്താ പരിപാടി? ഓ അതല്ല, അമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതാണ് മെയിൻ. പക്ഷെ എനിക്ക് വിശക്കണില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കഴിക്കണില്ല. ഇപ്പൊ നിങ്ങൾ കഴിച്ചോ, ഞാൻ വിശക്കുമ്പോ കഴിച്ചോളാം. ആ ദോശ ലേറ്റ് ആയി. ദോശ കഴിച്ചപ്പോ 5 ദോശയാ. ഞാനും 4-5 ദോശയോളം കഴിച്ചു. അതാണ് എനിക്ക് വിശക്കണില്ല. അപ്പൊ വിശക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അന്നക്ക് പോസ്റ്റ് ഉണ്ടോ? അപ്പൊ നീ ചെല്ലുമ്പോ തന്നെ കഴിച്ചോ, ഞങ്ങൾ കുറച്ച് കഴിച്ചോളാം. 5 ദോശ അല്ല, ഞാനല്ല കഴിച്ചത്. അതാ പറഞ്ഞ 4 ഹസിക്കൂട്ട് തിന്നുണ്ടാവും. നീ ഓരണ്ടോ അല്ലേ? അങ്ങനെ അതാ പറഞ്ഞ അതിനകത്ത് 4 അവർ കൊടുക്കാം. അത്ര രസമൊന്നും ഉണ്ടായില്ല. ചമ്മന്തി ദോശ വലിയ കുഴപ്പമുണ്ടായില്ല, പക്ഷെ ചമ്മന്തി ഇന്നത്തെ രസം ഉണ്ടായില്ല. മുമ്പത്തെ ചമ്മന്തി രസം ഉണ്ടായി. അത് ഞാൻ എടുത്തില്ല, വീഡിയോ ഒന്നും എടുത്തില്ല. ഗൈസ് അപ്പൊ നമുക്ക് പോട്ടെ, വീട്ടിലേക്ക് പോവാം. എന്റെ പോയി ബിരിയാണി കാണിച്ചു തരാം. അന്നാ വന്നതിന് ശേഷം ബിരിയാണി കഴിച്ചല്ല അല്ലേ? ഓക്കെ കഴിക്കാം. ഒരു 5 മിനിറ്റ് ആയിണ്ടാ നീ എന്താ പറഞ്ഞേ? എനിക്ക് വിശക്കണില്ല ദോശ കഴിച്ചാലും. എത്ര ദോശ കഴിച്ചെന്ന് പറഞ്ഞോള്? 5 ദോശ കഴിച്ചാലും വിശക്കണില്ല, അതന്നെ പിന്നെ കഴിക്കണുള്ളത് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആയാ. അപ്പോഴത്തേനും കഴിച്ചത് ബിരിയാണിയും മുട്ടയും സാലഡ്. എങ്ങനെയുണ്ട് തന്നെ? അടിപൊളിയല്ലേ? എനിക്കും കഴിക്കണമെന്നുണ്ട്, പക്ഷേ വിശക്കണില്ല. കുറച്ച് കണ്ട് കഴിക്കാം. അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുട്ട, ബിരിയാണി, പപ്പടം. പപ്പടം എടുത്തില്ലല്ലോ മോളെ? ഒരു പപ്പടം കൂടി കുത്തി കയറ്റി. പപ്പടം എടുക്ക്. പൊന്നസിന് വേണം പപ്പടം? നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടേ പുറത്തിറങ്ങി നിക്കാം. പുറത്തിറങ്ങിയപ്പോ നല്ല മഴക്കാരുണ്ട്. പുറത്ത് പോയി വന്നതാ. ഇവിടെ പോയവൻ നടക്കാൻ പോയിട്ട് നടക്കാൻ പോയത് ഷൂ ഒക്കെ ഇട്ട് ചെരുപ്പൊക്കെ ഇട്ട് എന്നിട്ട് ചെവിയില് അന്ന ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാ. അന്ന ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി. എന്നിട്ടില്ല. കൊറേ നേരം കൊറേ നേരമായിട്ട് പോയി വിളിച്ചു, പക്ഷെ ഉറങ്ങിയിട്ടില്ല. നീ മാമനെ വിളിച്ചാ? അന്നേന്ന് വിളിച്ച? അന്നാന്ന് വിളിച്ചേ? അന്നാന്ന് വിളിക്കൂലേ? അന്നാന്ന് വിളിച്ചേ? അന്ന എന്തിട്ടാ? എന്തൊരു സൗണ്ട്? ട്രെയിനിന്റെ സൗണ്ടാ? ഹസ്ബേബി അന്നാന്ന് വിളിച്ചു. ഉറക്കം വിളിച്ച അന്നേന്ന് വിളിച്ചേ? അന്നാന്ന് വിളിച്ചേ? അന്ന ഉറക്കം വിളിക്കും, നല്ല ഉറക്കം വിളിക്കും. ഉറക്കം വിളിക്കും, ഇപ്പൊ വിളിക്കും. അന്നാന്ന് വിളിക്കും, അന്നേന്ന് വിളിക്കും. അന്നെ വിളിക്കട്. അന്ന ഉറങ്ങ. കഴിഞ്ഞ് എത്തി. അത് എന്തോരം നേരം ഉറങ്ങണം മോളെ. മഴക്കാരുണ്ട്, നല്ല മഴക്കാരുണ്ട്. ഉറങ്ങില്ലേ? എന്താ സുഖം, സെറ്റ് ലൈഫ് അല്ലേ? ആൻസി ബേബി ഇങ്ങോട്ട് വന്നേ. ഇപ്പുറത്തേക്ക് ഓടിയോ. പട്ടിയും പോരും. കഴിച്ചോ. നീ കണ്ട ഇടിവെട്ട് കണ്ട? നീ മഴ കണ്ട? നീ പൊന്നാ പുറത്ത് നല്ല മഴയായിരുന്നു അല്ലേ? അപ്പൊ നമുക്കിനി വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കഴിഞ്ഞു. അടുത്ത എവിടെയെങ്കിലും നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ. ലൈക്ക് ചെയ്യാൻ പറഞ്ഞ വീഡിയോ എന്നിട്ടാ അന്നൊക്കെ എന്തിനാ പറയാനുള്ള ഈ അവസരത്തില്?